Hi everybody, this is our dear Prasanna Andy. She has been with us in our family for many years. She and my mother are the reason why the family works the way they do. And these are some questions I wanted to ask her, like I want to ask everybody to hear what they have to say about the community and their dreams and their aspirations and to understand their thoughts. So, Prasanna Andy, welcome. ഞാൻ പ്രശ്ന ആൻറ്റി ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് 2-3 ചോദ്യങ്ങൾ ചോദിക്കുന്നതായിരിക്കും. പ്രശ്ന ആൻറ്റിക്ക് മനസ്സിൽ വരുന്ന കാര്യങ്ങൾ അതേപടി പറയുക. ഓക്കെ, ആദ്യം പ്രശ്ന ആൻറ്റിയെക്കുറിച്ചൊരു ഇച്ചിരി എന്തെങ്കിലും ഒന്ന് പറയുക. കൊച്ചിലെയും അല്ല അത് കഴിഞ്ഞിട്ട് കൊച്ചിലെ തൊട്ടുള്ളൊരു സമ്മറി. എൻ്റെ വീട് പാലാ അന്തിനാട് എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിൽ. പാല എന്ന് പറഞ്ഞാൽ വലിയൊരു ഇതാണ് നഗരം. പിന്നെ കൊച്ചു ഗ്രാമമാണ് ഞങ്ങളുടെ അന്തിനാട് കൊല്ലപ്പള്ളി എന്ന് പറഞ്ഞ്. അവിടെ എൻ്റെ വല്യപ്പനും വല്യമ്മച്ചിക്കും എൻ്റെ അമ്മ ഉൾപ്പെടെ 11 മക്കളായിരുന്നു. അതിൽ ഒരാടെ മകളാണ്. ഞങ്ങൾ 2 പെണ്ണുങ്ങളാണ്. ഞങ്ങളെ വളർത്തിയത് ഞങ്ങളുടെ വല്യമ്മച്ചിയും വല്യപ്പനും മറ്റുള്ള സഹോദരങ്ങളും കൂടെ ചേർന്നായിരുന്നു. വല്യമ്മച്ചിക്ക് ക്യാൻസർ ആയിട്ട് വന്നു, ക്യാൻസറായി. വല്യമ്മച്ചി മരിച്ചു. പിന്നെ ഞങ്ങളെ വളർത്തുന്ന അമ്മാവന്മാരാണ്. പിന്നെ കൊച്ചിലെ തന്നെ എൻ്റെ 1 വയസ്സുള്ളപ്പോൾ എൻ്റെ അമ്മ മരിച്ചു. ഞാൻ അമ്മയുടെ വയറ്റിലായിരുന്നപ്പോൾ 5 മാസമായിരുന്നപ്പോൾ തന്നെ എൻ്റെ അച്ഛൻ മരിച്ചു. എൻ്റെ ചേച്ചിക്ക് 4 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ അമ്മ മരിക്കുമ്പോൾ. ഞാനും ചേച്ചിയായിട്ട് 4 വയസ്സിന് വ്യത്യാസമുണ്ട്. അമ്മയ്ക്ക് അന്നത്തെ കാലത്ത് ഇവർ പാലക്കാടെന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോയി. അവിടെ വലിയ ആശുപത്രിയും സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ജനിച്ചു കഴിഞ്ഞാൽ അന്ന് ഓപ്പറേഷനൊക്കെ എന്ന് പറഞ്ഞാൽ ഇതുപോലെ. അപ്പോൾ അത് അതിൻ്റെ തയ്യലിൻ്റെ അകത്ത് എന്തോ പഴുപ്പ് കയറി അങ്ങനെ അമ്മ മരിച്ചു. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ പാലക്കാടെന്നുള്ള ഗ്രാമമല്ലേ. അവിടുന്ന് പിന്നെ ഇങ്ങോട്ട് ഒരമ്മായി ഇങ്ങോട്ട് കൊണ്ടിരുന്നു. ഞങ്ങളെ കൊണ്ടുവന്ന് ഇവിടെ വളർന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ പാലക്കാട്ടോട്ട് പോയി. പാലക്കാട് അവിടെ ഈ പണിയെടുക്കുക കുറേ 10-16 ഏക്കർ സ്ഥലമുണ്ടായിരുന്നു. അപ്പോൾ അമ്മാവനൊക്കെ അവിടെ പണിയെടുപ്പിക്കുന്ന അന്നൊക്കെ ഈ ചെറിയ കുഴിയൊക്കെ കുഴിച്ചിട്ട് അതിൻ്റെ അകത്ത് ഇലയൊക്കെ ഇട്ടാണ് ഭക്ഷണമൊക്കെ കൊടുത്തോണ്ടിരുന്നത്. അപ്പോൾ ആ ഒപ്പമായിരുന്നു ഞങ്ങൾക്കും ഭക്ഷണം തന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇഷ്ടംപോലെ മുതലുള്ള വീട്ടിലാണ് ജനിച്ചതെങ്കിലും വളരെ താന്ന നിലയിൽ നിന്ന് തന്നെയാണ് വളർന്നു വന്നത്. അതൊന്നും ഞാൻ ഓർക്കാൻ പോലും ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ അവിടുന്ന് നാട്ടിലോട്ട് വന്നു. എൻ്റെ ഒരു അമ്മയുടെ ചേട്ടത്തി തന്നെ മുണ്ടക്കയത്ത് അവിടുന്ന് അപ്പുറം അത് പറഞ്ഞതുപോലെ അന്നൊന്നും വണ്ടിയൊന്നും ഇല്ല, ജീപ്പൊക്കെ ഉള്ളൂ. കോരിത്തോടെന്ന് പറയുന്ന സ്ഥലം. അവിടെ പോയി 7ാം ക്ലാസ് വരെ അവിടെ പഠിച്ചു. അപ്പം പേരമ്മയ്ക്ക് 2 ആണും 1 പെണ്ണുമായിരുന്നു. ഇളയ ആണിനും പെണ്ണിനും എന്നോട് ഭയങ്കര കാര്യമായിരുന്നു. മൂത്തയാൾ എപ്പോഴും എന്നോട് വഴക്കുണ്ടാക്കും. അവിടെ അരുവിക്കുഴി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, നിന്നെ ചാക്കി കെട്ടി അവിടെ കൊണ്ട് താത്തൊന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയും. അങ്ങനെ പേടിച്ച് ഞാൻ ഒരു ദിവസം അവിടുന്ന് പേടിച്ച് ഒരു ദിവസം, അന്ന് ബസ്സൊക്കെ കുറവാണ്, 2-3 ബസ്സൊക്കെ ഉള്ളൂ. ബെറ്റിക്കോട്ട് ഇട്ടുകൊണ്ട് തന്നെ പനക്കച്ചിറ വരെ നടന്ന് CMS കയറി പാലായി വന്നു. അപ്പം ബസ്സിൽ കയറിയപ്പം അവിടെ കണ്ടക്ടർ പറഞ്ഞു പാലായിലെല്ലാം വെള്ളപ്പൊക്കമാണ്, അങ്ങോട്ടൊന്നും പോകണ്ട. അപ്പോൾ അവർക്ക് എന്തോ മനസ്സിലായെന്ന് തോന്നി, ഞാൻ പറയാതെ വല്ലതും പോവാന്ന്. അപ്പോൾ അങ്ങനെ ബസ്സിൽ കയറി. അന്ന് 7 രൂപയുള്ള ആകെ എൻ്റെ കയ്യിൽ. ബസ്സിൽ കയറി പാലായിന്ന് പിന്നെ ഞങ്ങളുടെ എലിവാലി എന്ന് പറഞ്ഞ സ്ഥലം, പാലായിന്ന് പിന്നെയും പോകണം. എലിവാലി എന്ന സ്ഥലത്തായിരുന്നു അന്ന് താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ വന്നു. അത് കഴിഞ്ഞ് അവർ തിരക്കിയൊക്കെ എന്നെ വന്നു. അതോടുകൂടി എൻ്റെ അവിടുത്തെ പഠിത്തം നിന്നു. പിന്നെ വീണ്ടും ഞങ്ങളുടെ സ്ഥലത്ത് കടനാടെന്ന് പറഞ്ഞ സ്കൂളിൽ ചേർത്തു. അവിടെ പഠിച്ചു. അങ്ങനെ ഇരിക്കുക 7ാം ക്ലാസ്സിലായപ്പം പൂർത്തിയാക്കാൻ പറ്റിയില്ല. 7ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പം വല്യമ്മച്ചി മരിച്ചുപോയി. വല്യമ്മച്ചിയായിരുന്നു ഞങ്ങളുടെ എല്ലാം, വല്യപ്പനും. അപ്പോൾ അന്ന് വല്യമ്മച്ചി പറഞ്ഞു പിള്ളേരുടെ പേർക്ക് ഓരോ ഏക്കർ വീതം എഴുതിയിട്. അപ്പോൾ സ്ഥലമൊക്കെ ഏറെ ഉണ്ട്. അപ്പം വല്യപ്പൻ പറഞ്ഞു അതൊന്നും വേണ്ട, പെൺപിള്ളേരല്ലേ, അവരുടെ അമ്മാവന്മാർ നോക്കിക്കൊള്ളു, ഓരോരുത്തരെ ഓരോ അമ്മാവന്മാർക്ക് ഏൽപ്പിച്ചു കൊടുക്കാം, അവർ കല്യാണം കഴിപ്പിച്ച് അവർ വിട്ടോളും, അവരുടെ പേർക്കോട്ടൊന്നും എഴുതി കൊടുക്കണ്ട, അങ്ങനെ പറഞ്ഞു. അങ്ങനെ
എനിക്ക് വേണ്ടി എന്നെ നോക്കാമെന്ന് പറഞ്ഞ ഒരു അധ്യാപകനായിരുന്നു. പുള്ളി കണ്ണൂരാണ് ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ പെൻഷനൊക്കെ പറ്റി പുള്ളിയുടെ ഭാര്യ ബാങ്ക് മാനേജറാണ്. കണ്ണൂർ ചോറ്റാനിക്കരയിൽ നിന്നാണ് പുള്ളി കെട്ടിയത്. അവർക്ക് 2 മക്കളുണ്ട്. നിലവിൽ ഞങ്ങളെ ആരും പഠിപ്പിച്ചുമില്ല, കെട്ടിച്ചുമില്ല. വെല്ലുമിച്ച് മരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് മെൻ്റലായ ഒരു അമ്മാവനുണ്ടായിരുന്നു. അമ്മാവൻ എപ്പോഴും ഞങ്ങളെ ഉപദ്രവിക്കും. അതൊന്നും പറയാൻ പറ്റാത്ത പോലെ ഒരു പലക എടുത്ത് വെച്ചിട്ട് കൈ ഇങ്ങനെ വെപ്പിക്കും. എന്നിട്ട് ഇവിടെ ആണി നിറയ്ക്കും. നമ്മൾ കൊച്ചുങ്ങളല്ലേ, പേടിച്ച് വിറച്ച് ഭക്ഷണം മിക്കപ്പോഴും കപ്പത്തോട്ടത്തിലൊക്കെ പോയി കിടന്നുറങ്ങുന്നത്. അതെന്ന് വെച്ചാൽ അമ്മാവനും ഞാനും ചേച്ചിയും അപ്പനും വല്യപ്പനും മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും അവരവർ വേറെ വേറെ വീടുകളിലാണ്. അങ്ങനെ പേടിച്ചും വിറച്ചും ഒക്കെ അവസാനം ഞങ്ങളുടെ അടുത്തൊരു മഠമുണ്ട്, അവിടെ പോയി തയ്യലൊക്കെ പഠിച്ചു. സിസ്റ്റർമാർ അവർ ഭക്ഷണമൊക്കെ തരും. അമ്മാവനെ പേടിച്ച് മിക്കപ്പോഴും ഞങ്ങൾ പറമ്പിലൊക്കെ ആയിരിക്കും, അയലൊക്കത്തുള്ള വീട്ടിലൊക്കെ പോയി കിടക്കും. എപ്പോഴും ഇളകുന്നെന്ന് പറയാൻ പറ്റത്തില്ലോ. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ചങ്ങനാശ്ശേരിയിൽ അപ്പോൾ പത്രമൊക്കെ വായിക്കുമായിരുന്നു. അപ്പോൾ ചങ്ങനാശ്ശേരിയിലൊരു മേജറിൻ്റെ വീട്ടിൽ പോകാനായിട്ട്, പത്രത്തിൽ കൊച്ചിനെ നോക്കാനായിട്ട് 14 വയസ്സുള്ളപ്പോൾ ഞാൻ പോയി. അവിടുത്തെ ആ ചേച്ചിയും ചേട്ടനും ഭയങ്കര കാര്യമായിരുന്നു. അവരുടെ 3 മക്കളെപ്പോലെ തന്നെ കൊണ്ടു നടക്കുകയും ഭക്ഷണം തരികയും ഡ്രസ്സ് വാങ്ങിച്ചു തരികയും ഓരോ വർഷം നാട്ടിൽ വരുമ്പോഴും സ്വർണവും ഒക്കെ ഒരു പൈസ പോലും കളയാതെ എല്ലാം ചെയ്തു തന്നു. അവിടെ 10-11 കൊല്ലം താമസിച്ചു. അത് കഴിഞ്ഞ് ഒരു ദിവസം നാട്ടിൽ വന്നപ്പോൾ, അപ്പം നാട്ടിൽ വരുമ്പോഴെല്ലാം വല്യപ്പൻ ചങ്ങനാശ്ശേരി വീട്ടിൽ വരുമായിരുന്നു എന്നെ കാണും. അന്നേരം വല്യപ്പൻ പറഞ്ഞ അമ്മാവന് വിവാഹം കഴിപ്പിച്ചാൽ മെൻ്റൽ കുറയുമെന്ന് ഡോക്ടർ പറഞ്ഞു. അതുകൊണ്ട് വിവാഹം കഴിപ്പിച്ചു. 1 മാസമേ ഭാര്യ നിന്നുള്ളൂ. അരവിന്ദാക്ഷമേനോൻ്റെ മകളെ കെട്ടിച്ച. അപ്പം ഭയങ്കരമായിട്ട് അവരും വലിയ ഇതൊക്കെ ആൾക്കാർ, ആ പൈസ എല്ലാം തിരിച്ചു കൊടുക്കണം, അതുകൊണ്ട് കുറച്ച് രൂപ വേണം എന്നൊക്കെ പറഞ്ഞ് കുറേ രൂപയൊക്കെ കൊടുത്തു. ഇറക്കിപ്പണയം പോലെ എനിക്കത് എഴുതി തന്നു. നിനക്ക് എന്തെങ്കിലും ഒരു ആധാരം ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് എഴുതി തന്നു. അത് കഴിഞ്ഞ ഒരു പൈസയൊക്കെ കൊടുത്ത് ബാധ്യതയെല്ലാം തീർത്തു. പിന്നെ ഞാൻ അറിയുന്ന വല്യപ്പനും മരിച്ചു പോയിന്നാണ്. അപ്പം ഞാൻ മദ്രാസിലായിരുന്നു. 10-11 വർഷമായിട്ട് മദ്രാസിലായിരുന്നു. അപ്പോൾ എന്നെ അറിയിച്ചില്ലാരും. അത് കഴിഞ്ഞ് ഞാൻ നാട്ടിൽ വന്നപ്പോൾ അറിയുന്നത് വല്യപ്പൻ മരിച്ചു പോയിട്ട് 3-4 മാസമായി. പിന്നെ എനിക്ക് അങ്ങോട്ട് പോകാനുള്ളൊരിതൊന്നും തോന്നിയിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത പ്രാവശ്യം വന്നപ്പോഴാണ് പറയുന്നത് എൻ്റെ പേരമ്മയുടെ മകൾ. അപ്പോൾ അവരാണല്ലോ എന്നെ കുറേ കാലം വളർത്തിയത്. അപ്പോൾ അവർ മരിച്ചുപോയി. 2 ആൺപിള്ളേരുണ്ട്. അപ്പോൾ ഈ ഇളയ കൊച്ചിന് 9 മാസമേ ഉള്ളൂ. ആ കൊച്ചിനെ നോക്കാൻ വേണ്ടിയിട്ട് വേറെയിൽ നിന്ന് ഒരാളെ കല്യാണം കഴിച്ചാൽ പിള്ളേരുമായിട്ട് പോരെടുക്കും. അതുകൊണ്ട് വീട്ടിലുള്ള ഒരാളാണെങ്കിൽ കുഴപ്പമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അവർ എന്നെ ഈ ചേട്ടനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു. അന്ന് എനിക്ക് 24 വയസ്സുണ്ട്. അപ്പോൾ എൻ്റെ മോൾക്ക് 10-28 വയസ്സായി. അങ്ങനെ അതൊക്കെയാണ് ഞാൻ. പിന്നെ ചേട്ടൻ ഇപ്പോഴും രോഗിയാണ്. 27 വർഷമായിട്ട് പല രോഗങ്ങളാണ്. അപ്പൻഡിക്സിന് ഓപ്പറേഷൻ ചെയ്തു. പല പ്രാവശ്യം അറ്റാക്ക് വന്നു. അത് കഴിഞ്ഞ് ബൈപ്പാസ് ചെയ്തു. പിന്നെ ഷുഗർ നല്ലതായിട്ടുണ്ട്. 10-25 കൊല്ലമായിട്ട് ഷുഗറുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഇടയ്ക്ക് ബൈപ്പാസിന് കൊണ്ടേ കിടത്തിയപ്പം കാലെ സൂചി കുത്തി കയറി. അങ്ങനെ 2-3 മാസം വൈകി. അങ്ങനെ ഒരുപാട് ഈ 10-25-27 കൊല്ലമായിട്ട് ആ ആളെ മരുന്ന് ആയിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന മുഴുവൻ ആശുപത്രി കൊടുക്കുക. നമ്മുടെ മരുന്നിനും ട്രീറ്റ്മെന്റിനും ഉള്ള ചെലവാണ് കൂടുതലും നമ്മൾ ഉണ്ടാക്കുന്ന പൈസ ഉണ്ടാക്കുന്നു. എനിക്ക് കണ്ടിന്യൂ ചെയ്യാമല്ലോ, കുഴപ്പമുണ്ടല്ലോ. നമുക്ക് ഇതിൻ്റെ അകത്ത് ബ്രേക്ക് കട്ടൊക്കെ ചെയ്ത് എഡിറ്റ് ചെയ്യും. ഓക്കെ, എനിക്ക് തോന്നുന്നു അത് ഭയങ്കര മനസ്സുകൊണ്ടുള്ളൊരു അത് നല്ലൊരു, എനിക്ക് പോലും അറിയാൻ മേലായിരുന്നു പ്രസിഡന്റിക്ക് ഇങ്ങനത്തെ ഒരു കഥയുണ്ടെന്ന്. ഒത്തിരി ഞങ്ങൾ കഷ്ടപ്പെട്ടു ചെറുപ്പത്തിലൊക്കെ. ഒരുപാട് മുതലുള്ള വീട്ടിലാന്ന് പറഞ്ഞാലും
ഞങ്ങൾ ഒത്തിരി അനുഭവിച്ചു. ഈ പണിക്കാർക്ക് കൊടുക്കുന്ന കൂട്ടത്തിൽ തന്നെയാണ് ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ അമ്മായി തന്നിരുന്നത്. അന്നൊക്കെ ഇഷ്ടം പോലെ കൃഷി, കരിമ്പ്, ചോളം, വാഴ എല്ലാം ചുമ്മാ നമുക്ക് നടന്നു പോയ പറിച്ച് തിന്നാവുന്ന പോലെ പഴങ്ങളൊക്കെ എല്ലാ വക സാധനങ്ങളും ഉണ്ട്. പക്ഷെ അന്ന് കൃഷി എന്ന് പറഞ്ഞാൽ ഈ കൃഷിയുടെ ഭാഗമായിട്ട് പ്രസിഡന്റ് ഞങ്ങൾ കൊച്ചങ്ങളല്ല, അപ്പം ഞങ്ങളെ പണിയാൻ പറഞ്ഞു വിടും, പുല്ല് പറിക്കാനും ഞങ്ങളെ കൊണ്ട് പറ്റുന്നവരൊക്കെ ചെയ്യും. ഇപ്പം ബാക്കി ഫാമിലിയുമായിട്ട് കോണ്ടാക്റ്റും കാര്യങ്ങളും എങ്ങനെയാ? ഇപ്പൊ ഉണ്ട്. നേരത്തെ ഒന്നുമില്ല. നേരത്തെ എന്നെ ഇഷ്ടമില്ലായിരുന്നു ആർക്കും. എൻ്റെ നാള് കാരണമാണ് അമ്മ മരിച്ചത്, തള്ളയെ കൊല്ലിയ, തള്ളയെ തീനിയ, അതങ്ങനെയൊക്കെ പറയുമായിരുന്നു. അങ്ങനത്തെ ഓരോ വിശ്വാസങ്ങളല്ല പറയുക. അന്നൊക്കെ ഭയങ്കര വിശ്വാസമല്ലേ, അന്ധവിശ്വാസങ്ങൾ. അപ്പൻകാല്, അമ്മക്കാല്, തള്ളക്കാല്, അമ്മാവൻകാല്, അങ്ങനെ കുറെ കാലം ഉണ്ടല്ലോ. അതിലൊരു കാലായിരുന്നു ഞാൻ. അങ്ങനെ ആ കാലമായോണ്ട് അപ്പനും അമ്മയും നേരത്തെ പോയെന്ന് അവര് പറയുന്നത്. അതുകൊണ്ട് നിലവിൽ എന്നോട് ഭയങ്കര ഒരു അകൽച്ചയായിരുന്നു എല്ലാവർക്കും. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ എല്ലാവർക്കും ഭയങ്കര കാര്യമാണ്. എന്ത് മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്? ഇപ്പൊ എന്നെ ആവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കും. അത് കാലത്തിന്റെ മാറ്റങ്ങളാണോ അതോ അവരുടെ മനസ്സിലുള്ള മാറ്റങ്ങളാണോ? എന്താണോ? കാലത്തിന്റെ മാറ്റങ്ങളായിരിക്കും എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഇപ്പൊ എല്ലാവരുമായിട്ട് അടുപ്പവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പ്രശ്നാന്റി, അപ്പോൾ അടുത്ത ചോദ്യം, കോട്ടയവും കേരളവും ഇഷ്ടമാണ്? എന്തുകൊണ്ട്? നമ്മുടെ മറ്റുള്ള രാജ്യത്തെയും നഗരത്തെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു ജീവിക്കാൻ നമുക്ക് ഏറ്റവും നല്ലൊരു സ്ഥലമാണ് കേരളം. കോട്ടയം വെച്ച് നോക്കുവാണെങ്കിൽ സാക്ഷരതയുള്ള ഒരു പ്രദേശമാണ്, ഡിസ്ട്രിക്റ്റാണ് കോട്ടയം. പിന്നെ എല്ലാം കൊണ്ടും ജീവിക്കാൻ പറ്റിയ സ്ഥലം ആണ് കോട്ടയം. അപ്പോൾ രണ്ടും ഇഷ്ടമാണ്. ഇപ്പം എത്ര വർഷമായി കോട്ടയത്തായി? കോട്ടയത്തായിട്ട് എനിക്കിപ്പോൾ 52 വയസ്സുണ്ട്. അത്രയും വർഷമായി കോട്ടയം. കോട്ടയം നമ്മുടെ കോട്ടയം. ഈ ഇത്രയും വർഷത്തിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ സമൂഹത്തിലും അല്ലെങ്കിൽ കോട്ടയത്തും നമ്മുടെ സ്ഥലത്തും കണ്ടിട്ടുള്ളത്? അതായത് പരിസ്ഥിതിയും മനുഷ്യരിലും ഉള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്? പരിസ്ഥിതി എന്ന് വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പം ഒരുപാട് വീടുകളായി, ആൾക്കാരൊക്കെ തിങ്ങിപ്പാർക്കുന്നു. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ നിറയെ സ്ഥലം ഉണ്ടായിരുന്നു നമുക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ നശിപ്പിക്കാനും. അന്ന് ഈ എല്ലാം പേപ്പറിലാണ് പൊഞ്ഞു വന്നുകൊണ്ടിരുന്നത്. ഇന്ന് ആ നിലപാടെല്ലാം മാറി, പേപ്പർ മാറി, കൂടുകളായി. അത് നശിപ്പിക്കാൻ നമുക്ക് പറ്റുന്നില്ല. അന്നൊക്കെ പേപ്പർ എന്ന് പറഞ്ഞാൽ അത് കത്തിപ്പോകുമായിരുന്നു. ഇല്ലി അതൊക്കെ ഉള്ളതുകൊണ്ട് പേപ്പറുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയുള്ള സാധനം വെച്ച് പിടിപ്പിക്കാൻ പോലും ആർക്കും സമയവും ഇല്ല, താല്പര്യവും ഇല്ല. മനുഷ്യനിപ്പോൾ എല്ലാം ധൃതിയിലാണ്, ഭയങ്കര സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അവർക്കൊന്നിനൊരു സമയമില്ല. പിന്നെ അന്ന് കൊച്ചിലെയൊക്കെ നമ്മൾ തോട്ടിലൊക്കെ ഇഷ്ടംപോലെ വെള്ളത്തിൽ ചാടി മറിഞ്ഞ് കുളിച്ച് അലക്കി തുണിയെല്ലാം നല്ലത് അവിടെയെല്ലാം വിരിച്ച് ഉണങ്ങി ഒക്കെ പോകുമായിരുന്നു. അന്നൊക്കെ തോട് നല്ല കണ്ണീര് പോലെ നല്ല രസമായിരുന്നു. തോട് ഒരു ഇല പോലും ഇല്ലായിരുന്നു, അങ്ങനെ ഭംഗിയായിരുന്നു. ഇപ്പോൾ അതൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ അങ്ങനെ വലിയ തോടുകളൊക്കെ ഇടുങ്ങി വന്ന് ഇടവഴി പോലെയായി. അഴുക്കുകൾ, മാലിന്യങ്ങൾ കൂമ്പാരമായി. വീടുകളൊക്കെ തോടിൻ്റെ സൈഡിലുള്ള വീട്ടിലെല്ലാം പൈപ്പുകളെല്ലാം തോട്ടിലോട്ടായി. പറഞ്ഞറിയിക്കാൻ മേലാത്ത പോലെ തോട് നാശമായി. പിന്നെ റോഡിനെ പറ്റി പറയുകയാണെങ്കിൽ ചെറിയ റോഡുകളെല്ലാം വലിയ റോഡായി. വണ്ടികൾ അന്നൊക്കെ ഒറ്റ വണ്ടികളെ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെയൊക്കെ സമയത്ത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സമയം എന്ന് പറഞ്ഞാൽ ചെറിയ വണ്ടികളൊക്കെ ആയിരുന്നു. ഇപ്പോൾ അതെല്ലാം വികസിച്ച് ഭയങ്കര കുറേ വീലുകളുള്ള വണ്ടികളും ചെറിയ വീലുകളുള്ള വണ്ടികളും ഒരു വീട്ടിലൊരു 2-3 വണ്ടികളായി.
അതിൻ്റെയൊക്കെ പോവുകയും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. പരിസ്ഥിതിയിൽ റോഡുകൾ വലുതാകുകയും തോടുകൾ ചെറുതാകുകയും ചെയ്തു. മനുഷ്യരിൽ എന്ത് മാറ്റങ്ങളാണ്? മനുഷ്യര് ഭയങ്കര സ്പീഡ് കൂടി. ആർക്കും ആരോടും കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള ഒരു അവസരമില്ല. അവർക്കെല്ലാം അവരുടെ എല്ലാവരും വീടിനെല്ലാം മതിൽ കെട്ടി. അന്നൊക്കെ തുറസായ സ്ഥലങ്ങളായിരുന്നു, ഏത് വീട്ടിലോട്ട് വേണമെങ്കിൽ നമുക്ക് കയറി ചെല്ലാമായിരുന്നു. ഇപ്പോൾ ആ ഒരു ഇതെല്ലാം മാറിയിട്ട് ഒരു 5 സെൻറ്റേ ഉള്ളൂ, അവരത് മതിൽ കെട്ടി തിരിച്ച് അതിൻ്റെ അകത്തുള്ള ഇടപാടേ ഉള്ളൂ. വെളിയിലുള്ള ഒരു സമ്പർക്കമില്ല. വെളിയിൽ ഇറങ്ങി തന്നെ അവർ മുറ്റത്ത് തന്നെ വണ്ടിയെ കയറി പോകുന്നു. പിന്നെ പള്ളിയിലോ അമ്പലത്തിലോ ഒക്കെ വെച്ച് കണ്ട മിണ്ടുന്നതിലോട്ടങ്ങ് ചുരുങ്ങി. മനുഷ്യരും വലിയ മാറ്റങ്ങൾ, പക്ഷെ നല്ല മാറ്റങ്ങളെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റത്തില്ലായിരിക്കും. പൊതുവെ നമ്മൾ തമ്മിലുള്ള ബന്ധങ്ങൾ കുറഞ്ഞു നല്ലപോലെ. ഒരു സ്ത്രീയായിട്ട് ജീവിക്കുന്നതിൽ എന്തൊക്കെ പ്രശ്നങ്ങളോ ചാലഞ്ചസ് എന്തൊക്കെയാണ് നേരിടുന്നത് ഈ ഒരു സമൂഹത്തിൽ? ഒരു പെൺകുഞ്ഞ് ജനിച്ചാൽ ഇപ്പോൾ ഉള്ള അമ്മമാർക്ക് പേടിയുണ്ട്. അതിനെ സമൂഹത്തിലോട്ട് ഇറക്കി വിടുമ്പോൾ എന്താവും? പെൺകുഞ്ഞാണേലും ആൺകുഞ്ഞാണേലും ഇപ്പം സമൂഹത്തിലോട്ട് ഇറക്കി വിടുമ്പോൾ പേടിയാണ്. അതെന്തുകൊണ്ടുള്ള പേടിയാന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. പല വിധത്തിലുള്ള പേടിയുണ്ട്. ലഹരി പദാർത്ഥങ്ങൾ, മറ്റേ കുഞ്ഞുങ്ങളെ ചൂഷണം ചെയ്യുന്നത്, അങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. പ്രസന്നാൻറ്റിയുടെ കൊച്ചിലെ തൊട്ടുള്ളൊരു ജീവിതവും ഇപ്പോഴത്തെ സാമൂഹിക സെറ്റപ്പ് നോക്കിക്കഴിഞ്ഞാൽ പെണ്ണുങ്ങളുടെ ഉള്ള ഫെസിലിറ്റീസും കാര്യങ്ങളും ഒത്തിരി മാറിയിട്ടുണ്ട്. അതോ പഴയതുപോലെ തന്നെയാണോ? പക്ഷേ നമ്മൾ പുറത്ത് കാണുന്ന മാറ്റങ്ങളുള്ള അല്ലാതെ തന്നെ അകത്തും കാര്യങ്ങൾ മാറിയിട്ടുണ്ടോ പെണ്ണുങ്ങൾക്ക്? എന്ന് വെച്ചാൽ പെണ്ണുങ്ങൾ കൊച്ചിലെ പ്രസന്നാൻറ്റിയുടെ കൊച്ചിലെയൊക്കെ പെണ്ണുങ്ങൾക്ക് അത്രയും വലിയ സ്വാതന്ത്ര്യമില്ല, ഒരുപാട് മാറി. ഇപ്പം പെണ്ണുങ്ങൾക്ക് സ്വന്തമായിട്ട് ചെറുതാണെങ്കിലും ഒരു ജോലിയുണ്ട്. സ്ത്രീകളാരും ഇപ്പം വീട്ടിൽ ഇരിക്കുന്നില്ല. തൊഴിലുറപ്പായിട്ടും മറ്റുള്ള എങ്ങനെയെങ്കിലും അവർ ജോലി കണ്ടുപിടിച്ച് ഇപ്പോൾ ഇഷ്ടംപോലെ കടകളും അങ്ങനെയുള്ള സ്ഥാപനങ്ങളും എവിടെയെങ്കിലും വിദ്യാഭ്യാസം ഇല്ലെങ്കിലും അവരെവിടെയെങ്കിലും ഒരു ജോലി കണ്ടെത്തി ആ ജോലി ചെയ്ത് ആണുങ്ങളുടെ ഒപ്പം നിൽക്കുന്നുണ്ട്. ആണുങ്ങളെക്കാട്ടിലും കൂടുതലായിട്ട് ഇപ്പൊ പെണ്ണുങ്ങളാണ് മുമ്പിലോട്ട് വരുന്നത്. അതെ. അപ്പൊ നമ്മള് പരിസ്ഥിതിയിലുള്ള മാറ്റങ്ങൾ പറഞ്ഞു, നമ്മള് മനുഷ്യരിലുള്ള മാറ്റങ്ങൾ പറഞ്ഞു, നമ്മളൊരു സ്ത്രീയായിട്ടോ ഒരു പെണ്ണായിട്ടോ ഇവിടെ ഈ സമൂഹത്തിൽ ജീവിച്ചു വരുന്ന പ്രശ്നങ്ങളും അതിലുള്ള മാറ്റങ്ങളും നമ്മൾ പറഞ്ഞു അല്ലേ? ഇനിയും പറയാനുള്ളത് എന്താണ് പ്രസന്ന ആൻറ്റിക്കുള്ള ഒരു ഡ്രീം, മുമ്പോട്ടുള്ളൊരു വലിയൊരു സ്വപ്നം? അത് സ്വന്തമായിട്ടുള്ള സ്വപ്നം, കുടുംബത്തിനുള്ളൊരു സ്വപ്നം, സമൂഹത്തിനുള്ള സ്വപ്നം? സ്വന്തമായിട്ടൊരു സ്വപ്നം എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു നല്ല വീട് വേണം. എൻ്റെ ആൾക്കാർക്കെല്ലാം നല്ല സെറ്റപ്പ് വീടെന്ന് പറഞ്ഞാൽ 10-85 ലക്ഷം ഒക്കെ മുടക്കിയുള്ള വീടുകളാണ് എൻ്റെ അമ്മമാർക്കും അവരുടെ മക്കൾക്കും ഒക്കെ. നല്ല നിലയിലാണ് അവർ. എൻ്റെ വീട്ടിലോട്ട് വിളിക്കാൻ എനിക്കൊരു മടിയുണ്ട്. എൻ്റെ ആൾക്കാരെ ഇങ്ങനെ വിളിക്കാനായിട്ട്, അല്ലെങ്കിൽ അവർ വന്നാൽ ഒരു ദിവസം താങ്ങാനായിട്ട് പറയാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. എനിക്കൊരു വീടില്ലെന്ന് പറഞ്ഞാൽ ഈ ആശുപത്രി കേസിട്ട് കാരണം ഒരു അല്ല എനിക്കൊന്നേ വീട് വെക്കായിരുന്നു. എന്തുമാത്രം രൂപ ഇതിന് വേണ്ടിയിട്ട് 10-25 കൊല്ലം നമ്മൾ സ്ഥിരമായിട്ട് ആശുപത്രി കയറി ഇറങ്ങുമെന്ന് പറഞ്ഞാൽ അപ്പം ചോദിക്കും ഗവൺമെൻറ് ആശുപത്രി ഇല്ലേന്ന്. ഗവൺമെൻറ് ആശുപത്രി ഉണ്ട്, പുള്ളി ഗവൺമെൻറ് ആശുപത്രി പോകത്തില്ല. പല കാരണങ്ങൾ കൊണ്ടായിരിക്കും. പുള്ളിക്ക് ആശുപത്രിയിലെ മണം ഇഷ്ടമില്ല, അങ്ങനെ പല കാരണങ്ങളുണ്ട്. പുള്ളിക്ക് ഗവൺമെൻറ് ആശുപത്രി പുള്ളി പോകത്തില്ല. അങ്ങനെ അതുകൊണ്ട് അങ്ങനെയാണ് ഞങ്ങൾ കുറേ രൂപ ചിലവായത്. എനിക്കൊരു നല്ല വീട് വേണം. അതാണ് കുടുംബത്തിനുള്ളൊരു ആഗ്രഹം. സമൂഹത്തിനുള്ളൊരു ആഗ്രഹം എന്തൊരു സ്വപ്നമോ എന്തൊരു മാറ്റമാണ് നമുക്ക്? എല്ലാവരും സമത്വരായിരിക്കണം. എന്ന് വെച്ചാൽ വഴക്കും അലപ്പും ഒന്നുമില്ലാതെ, കുശുമ്പും കുനായ്മയും ഒന്നുമില്ലാതെ
നല്ല മനുഷ്യരായിട്ട് ജീവിക്കാൻ. അതാണ് നമ്മുടെ സ്വപ്നം. ലാസ്റ്റ് ഒരു ചോദ്യം, ഇപ്പോഴത്തെ യുവ തലമുറയ്ക്ക് നമുക്ക് എന്താണ് പ്രസന്നാൻറ്റിക്ക് പറയാനുള്ളൊരു മെസ്സേജ്? കാരണന്മാരെ അനുസരിക്കുക, കൂടുതലും മൊബൈൽ ഒഴിവാക്കുക. മൊബൈൽ വളരെ ദോഷം ചെയ്യുന്നൊരു സംഭവമാണ്, എന്നാൽ അത്യാവശ്യമാണ് തന്നെ. നമ്മൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ കുട്ടികളെയും അറിയായിരുന്നു, ഇന്ന കുട്ടികൾക്കും അറിയായിരുന്ന ആൾക്കാരെയൊക്കെ. പക്ഷെ ഇന്നിപ്പോൾ നമ്മൾ കണ്ടുവരുന്നതെന്ന് വെച്ചാൽ എവിടെ പോയാലും, ഒരു മരണ വീടായിക്കോട്ടെ, കല്യാണ വീടായിക്കോട്ടെ, എന്ത് സാഹചര്യമാണേലും അവിടെ ഇവിടെ എല്ലാം കുട്ടികളും ഇത് ഇരുന്നുകൊണ്ട് മാറ്റി അവർ മുഖത്തോട്ട് നോക്കുന്നേ ഇല്ല. അവർക്ക് ആരെയും അറിയണ്ട, അവർക്ക് നമ്മുടെ ചുറ്റും നടക്കുന്ന എന്താണെന്ന് അറിയണ്ട, മുന്നോട്ട് എങ്ങനെയാണെന്ന് അവർക്കറിയണ്ട. അവരിതിൻ്റെ അകത്ത് ചുരണ്ടി ഇതിൻ്റെ അകത്തെ ജീവിതം അനുകരിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അവർക്ക് മറ്റുള്ളതിനെ ഒരു വികസനമില്ല. കാര്യം സ്കൂളിൽ പോകുന്നുണ്ട്, പഠിക്കുന്നുണ്ട് എന്ന് വിചാരിച്ച് ഇപ്പോൾ എല്ലാം നമ്മുടെ സ്കൂളിൽ പഠിപ്പിക്കുന്നത് അതേപടി അവർ പഠിച്ചെടുക്കുക. പണ്ടൊക്കെ നമ്മൾക്ക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞ് കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. അവർക്കെന്നൊരു അറിവ് നാടായിരുന്നു, ചുറ്റിനുമുള്ളത് നടക്കുന്നതിനെപ്പറ്റി പലതിനെപ്പറ്റി അവർക്ക് പഠിക്കാനൊരു അവസരം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്ന ആ അവസരം എല്ലാം കുറഞ്ഞു പോയി. മൊബൈൽ ഫോൺ ഉപയോഗം ഇപ്പോൾ ഉപയോഗിക്കുന്ന രീതി ശരിയല്ല. അത്യാവശ്യമാണ്, വളരെ അത്യാവശ്യമാണ്. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് അത് ഭയങ്കര ദോഷമാണ്. വേറൊരു ഒറ്റ കാര്യം കൂടെ, നമ്മുടെ യുവതലമുറ ഒത്തിരി പേരിപ്പം നാട് വിട്ട് ഓരോ സ്ഥലങ്ങളിൽ ജോലി തപ്പി പോകുന്നു. എന്തെങ്കിലും വേറൊരു ആഗ്രഹമോ എന്തെങ്കിലും ഒരു അഡ്വൈസോ എന്തെങ്കിലും അവരോട് പറയാനായിട്ട് മനസ്സിൽ വരുന്നുണ്ടോ? നമ്മുടെ നാട്ടിൽ തന്നെ എന്തുമാത്രം ജോലികളുണ്ട്. ആ ജോലിയെല്ലാം ഉപേക്ഷിച്ചിട്ട് അന്യനാട്ടിലോട്ട് പോയി ജോലി ചെയ്യുന്ന എന്തുകൊണ്ടാണെന്നുള്ളത്, കൂടുതലും ശമ്പളം കിട്ടുന്നതുകൊണ്ടാണോ, അവിടെയൊക്കെ നമ്മുടെ ഈ കൊച്ചു കേരളത്തെക്കാട്ടിലുമൊക്കെ ഒരുപാട് വികസനം ഉള്ളത് കൊണ്ടാണോ അതെനിക്കറിയാം. നമ്മുടെ നാടിൻ്റെ അത്രയും ജീവിക്കാൻ പറ്റിയ ഒരു നാടില്ല. പക്ഷെ അതിവിടെയുള്ളവർക്ക് അറിയത്തില്ല. ഇവിടെയുള്ളവർക്ക് ജോലി ചെയ്യാനോ, പറമ്പിൽ ജോലി ചെയ്യാനോ അങ്ങനെയുള്ള ഒരു കാര്യം അവർക്ക് ഇഷ്ടമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അന്യ നാട്ടിൽ നിന്ന് വന്ന അവർ ചെറിയ പൈസക്കാണല്ലോ അവരിവിടെ പണിയത് അവരവരുടെ നാട്ടിലോട്ട് പൈസ അയക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെല്ലാം വെളിനാട്ടിലോട്ടാണ് പോകുന്നത്. അവർക്ക് പറ്റിയ ജോലി ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണോ, ചിലപ്പോൾ അങ്ങനെയാവാം. ആ ഒരു പോയിന്റിൽ നമ്മൾ ഈ ഇന്റർവ്യൂ നിർത്തുന്നു. പ്രസന്ന ചേച്ചിയുടെ ഒരു വലിയ താങ്ക് യു. ഓക്കെ, നമ്മുടെ ക്യാമറ നടത്തുന്ന മാർഗരീറ്റയ്ക്ക് വേണ്ടി താങ്ക് യു. Margarita. That's all, yes? Yeah, we are done. Okay, thank you.